അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ ഇന്ന് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻ്റെ പാർട്ട് 2 ആണ് കാണിക്കുന്നത്. സ്റ്റിക്കർ കളക്ഷൻ കാണിക്കുമോ എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയതിന് ശരിക്കും സോറി ഗായ്സ്. സംഭവം ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരുന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ കാണിച്ചു തരാം. ഇതൊരു സ്വെറ്റർ ആണ്. ഇതിൽ കൂടുതൽ റെഡ് ആണ്, പിന്നെ ക്രീമും ഡാർക്ക് ബ്ലൂവും പോലത്തെ വലിയ സ്ക്വയറിൻ്റെ പാറ്റേൺസ് ഉണ്ട്. പിന്നെ ക്രിസ്മസ് തീം ചെയ്യുമ്പോൾ റെഡ് വേണമല്ലോ, അതുകൊണ്ടാണ് ഈ സ്വെറ്റർ ഇട്ടത്. അപ്പോൾ ചടങ്ങ് പോലെ നമുക്ക് സ്റ്റിച്ചിന് ഒരു ഹായ് പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങാം. വിൻ്ററും ക്രിസ്മസ് തീമിലും വരുന്ന ഇത്രയും സ്റ്റിക്കേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഈ സ്റ്റിക്കർ പാക്ക് ഞാനന്ന് ബ്ലൂ കളറിലെ വിൻഡോ വെട്ടി ജേണൽ ചെയ്തപ്പോൾ യൂസ് ചെയ്തായിരുന്നു. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇതുപോലെ കയറൊക്കെ വെച്ചാൽ കിട്ടിയിരിക്കുന്നത്. ഇതിൽ 32 പീസസ് വരുന്നുണ്ട്. സംഭവം ഇത് പ്രിന്റഡ് പേപ്പേഴ്സ് ആണ്. അപ്പോൾ 30 പ്രിന്റഡ് പേപ്പേഴ്സും 2 PET സ്റ്റിക്കേഴ്സും ആണ് ഇതിലുള്ളത്. ശരിക്കും ആ കയറൊക്കെ വരച്ചൂരിയാണ് ഈ സംഭവം എടുക്കേണ്ടത്. പിന്നെ അത് ഊരി കഴിഞ്ഞിട്ട് തിരിച്ച് കെട്ടി വെക്കാനുള്ള കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ചെയ്യാൻ വയ്യാത്തവനാണ് ഗൈസ്. നോർമലി ഇങ്ങനെ 20, 30 or 40 പീസസ് സ്റ്റിക്കേഴ്സ് ഒക്കെ വരുമ്പോൾ ഒരേ ഡിസൈനിന്റെ 2 കോപ്പീസാണ് വരുന്നത്. അതായത് ഒരു 30 പീസസ് വരുന്ന ഒരു പാക്കറ്റ് വരുമ്പോൾ 15 സ്റ്റിക്കേഴ്സ് 2 എണ്ണം വെച്ചുള്ളതായിരിക്കും. ഇത് പറയാൻ കാരണം ഇതിലെന്ന് പറഞ്ഞാൽ 10 യൂണീക് ഡിസൈൻസിന്റെ 3 കോപ്പി വെച്ചുള്ളതാണ്. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഈ 20 പീസ് വരുന്ന വിൻഡർ സീനറി പോലത്തെ സ്റ്റിക്കേഴ്സ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ 10 യൂണീക് ഡിസൈൻസിന്റെ 2 കോപ്പീസ് വെച്ചാണുള്ളത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റിക്കറാണ്. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഈ വിൻഡോ സീനറിന്റെ സ്റ്റിക്കേഴ്സ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഇത് കഴിഞ്ഞ സ്റ്റിക്കർ കളക്ഷന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 10 പീസസിൽ 5 വിൻഡോസും 5 സീനറി സ്റ്റിക്കേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്രിസ്മസും വിന്ററും തീമിലുള്ള സ്റ്റിക്കേഴ്സ് കാണിക്കുന്നതല്ലേ. പിന്നെ ഇതെല്ലാം PET പ്ലാസ്റ്റിക്കിന്റെ സ്റ്റിക്കേഴ്സ് ആണ്. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഈ സ്റ്റിക്കർ ബുക്കാണ്. ഇതിൽ 20 പേജസ് വരുന്നുണ്ട്. കുറേ പേജസിൽ ഇങ്ങനെ വിന്ററിൽ സ്നോ വീണ ട്രീസ് ഇല്ലേ, അതുപോലത്തെ സ്റ്റിക്കേഴ്സും പിന്നെ കുറച്ച് പേജസിൽ ഇങ്ങനെ ബ്രാഞ്ചസിന്റെ സ്റ്റിക്കേഴ്സും ആണ് ഉള്ളത്. ഇതേപോലത്തെ ഗ്രീൻ കളറിലെ ട്രീസിന്റെയും ചെറി ബ്ലോസത്തിന്റെ സ്റ്റിക്കർ ബുക്കും ഉണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ഫേവറേറ്റ് സ്റ്റിക്കേഴ്സ് ആണ്. ഇതിലെ ഡിസൈൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ സ്റ്റിക്കേഴ്സ് ആണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാത്തതാണ് ഗൈസ്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. നോക്ക്, നല്ല രസമില്ലേ? ഈ പേർപ്പിൾ സ്റ്റിക്കർ പാക്കിൽ ആക്ച്വലി ഇതുപോലത്തെ വൈറ്റ് സ്പാർക്കിൾസ് പോലത്തെ സ്റ്റിക്കേഴ്സ് ആണ്. ഇത് വിന്റർ തീമിൽ വരുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ കഴിഞ്ഞ 2 വിന്റർ തീം ജേണൽ ചെയ്തപ്പോൾ ഞാൻ സ്നോവിന്റെ എഫക്റ്റിന് വേണ്ടി ഈ സ്റ്റിക്കേഴ്സ് ആണ് യൂസ് ചെയ്തത്. പിന്നെ ഇതും അതുപോലത്തെ സ്റ്റിക്കേഴ്സ് ആണ്, പക്ഷെ സ്നോഫ്ലേക്കിന്റെ പാറ്റേൺസ് ആണ്. ശരിക്കും ആക്ച്വലി ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് നല്ലപോലെ എടുത്തറിയാത്തത്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അടിപൊളിയല്ലേ? ഇതിന്റെ ശരിക്കുള്ള ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉടുപ്പിന്റെ മുകളിലൊക്കെ വെച്ച് നോക്കുന്നത്. പിന്നെ ഉള്ളത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടിലും വിന്റർ നൈറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതിലെ ഫയർ വർക്കിന്റെ സ്റ്റിക്കേഴ്സ് നമുക്ക് ന്യൂ ഇയറിന് എടുക്കാം. 10 സ്റ്റിക്കേഴ്സേ ഉള്ളൂ ഗൈസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് മറ്റേ ഫ്രോസണും പിന്നെ ഐസ് ക്വീനിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇല്ലേ, അതിലുള്ള സംഭവം പോലെയാണ് തോന്നിയത്. ഈ സ്നോഫ്ലേക്കിന്റെ സ്റ്റിക്കേഴ്സിനെ കാട്ടി അടിപൊളി എന്താണെന്നറിയോ? ദ ഫാക്ട് ദാറ്റ് നേച്ചറിൽ ഇതൊക്കെ നാച്ചുറലി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും സിമെട്രിക്കൽ ആയിട്ട് ഉണ്ടാവുന്നതാണ്. സീൻ തന്നെയല്ലേ? പിന്നെ ഉള്ളത് ക്രിസ്മസ് തീമിലുള്ള 2 സ്റ്റിക്കേഴ്സ് ആണ്. ഇത് രണ്ടിലും 10 സ്റ്റിക്കേഴ്സ് വെച്ചേ ഉള്ളൂ. ഒരു 20 എന്നൊക്കെ തരായിരുന്നല്ലേ അവർക്ക്. നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് എന്ത് ഭംഗിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല വാം ആൻഡ് കോസി ആയിട്ടുള്ള ക്രിസ്മസ് ഇല്ലേ, ആ ഒരു വൈകിയുള്ള സ്റ്റിക്കേഴ്സാണ്. എൻ്റെ ഫേവറേറ്റ് സീസൺ ക്രിസ്മസ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഈ പണ്ട് മുതലേ ഈ സിനിമകളിലൊക്കെ കാണിക്കൂലേ, എല്ലായിടത്തും നല്ല മഞ്ഞൊക്കെ പെയ്ത് ബിൽഡിങ്സ് ഒക്കെ നല്ല ബ്രൗൺ കളറിലായിരിക്കും. എല്ലായിടത്തും നല്ല മിനുക്കം പോലത്തെ ലൈറ്റൊക്കെ വെച്ച് നല്ല ഗോൾഡിഷ് കളറൊക്കെ വന്ന്, അതായത് ഒരു റെഡിഷ് ഗോൾഡ് കളറില്ലേ, ഈ സ്റ്റിക്കേഴ്സിലൊക്കെ ഉള്ള പോലെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അടുത്ത് ആൾക്കാരുടെ വിന്റർ തീമിലെ സ്റ്റിക്കേഴ്സ് വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ 30 പീസസ് വരുന്നുണ്ട്. അതായത് 15 സ്റ്റിക്കേഴ്സിന്റെ 2 കോപ്പി വെച്ച്. ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ച ഒരു അടിപൊളി സംഭവമാണ് ഈ സ്റ്റിക്കർ ബുക്ക്. ഇത് വാങ്ങിച്ച സമയത്ത് ശരിക്കും എനിക്ക് മാറിപ്പോയതാണ്. അതിലൊരു മറൂൺ കളറിന്റെയും ഡാർക്ക് ബ്ലൂവിന്റെയും കവർ വരുന്ന ബുക്സിലായിരുന്നു ശരിക്കും റെഡ് മാത്രമുള്ള ക്രിസ്മസ് തീമിലെ സ്റ്റിക്കേഴ്സ് ഉള്ളത്. അപ്പോൾ ആ ഡാർക്ക് ബ്ലൂ സ്റ്റിക്കർ ബുക്കാണ് ആക്ച്വലി ഞാൻ വാങ്ങായിരുന്നത്. പക്ഷെ കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ബോധമില്ലാതെ ഇരുന്നും ചെയ്തുകൊണ്ടാണ് ഗൈസ് ഇതിങ്ങനെ ആയത്. പക്ഷെ കുഴപ്പമില്ല, സ്റ്റിക്കർ ബുക്ക് അടിപൊളിയാണ്. ആകെയുള്ള ഒരു ടൈനി മിനി പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇനി ക്രിസ്മസ് തീമിൽ ജേണൽ ചെയ്യുമ്പോൾ ഫുള്ള് റെഡ് ആക്കാതെ കുറച്ച് ബ്ലൂ ഇൻകോപ്പറേറ്റ് ചെയ്ത് ജേണൽ ചെയ്താലേ ഈ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ ജേണൽസ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ വാങ്ങണം, അതിൻ്റെ പേയ്മെൻറ്റിൻ്റെയും ഷിപ്പിങ്ങിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ഒരു ലോങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് വീക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതുവരെ എല്ലാവരും നല്ലപോലെ ഇരിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്. ടേക്ക് കെയർ. ടാറ്റാ.